ഉം, നിങ്ങളുടെ കയ്യിലെ ഒരു എല്ല് ഒടിയുന്നൂന്ന് കരുതുക. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുക്കുമ്പോൾ ആ ഒടിഞ്ഞ ഭാഗം ഒരു വെളുത്ത വരയായിട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമല്ലോ. അതെ, വളരെ കൃത്യമായിട്ട് കാണാം. അതായത് അതൊരു എഞ്ചിനീയറിംഗ് പോലെയാണ്. അവിടെ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഡോക്ടർക്ക് ആ എക്സ്റേ നോക്കിയിട്ട് പെട്ടെന്ന് പറയാം, ഇവിടെയാണ് പ്രശ്നം, ഇത് നമുക്ക് ഇങ്ങനെ പരിഹരിക്കാം എന്ന്. അതെ അതെ, ശരീരത്തിന്റെ കാര്യത്തില് ഈ ബൈനറി സിസ്റ്റം വളരെ കൃത്യമായിട്ട് തന്നെ പ്രവർത്തിക്കും. അതായത് ഒന്നുകിൽ ഒടിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല. കൃത്യം. പക്ഷേ നമ്മൾ മനുഷ്യന്റെ വികാരങ്ങളുടെയും പിന്നെ മാനസികമായ ആഘാതങ്ങളുടെയും ഒക്കെ ലോകത്തേക്ക് കടക്കുമ്പോൾ ഈ എക്സ്റേ മെഷീനുകൾ പൂർണ്ണമായും പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. എന്താ പറയാ, അവിടത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി അവ്യക്തവും സങ്കീർണവുമാണ്. ശരിയാണ്. കാരണം ഒരാളുടെ ഉള്ളിലെ ഭയത്തെയോ സങ്കടത്തെയോ അളക്കാൻ നമുക്കൊരു സ്കാനിംഗ് മെഷീനും ഇല്ലല്ലോ. അതെ, അതുകൊണ്ടാണ് ഈ വൈകാരിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ചെളി നിറഞ്ഞ വെള്ളത്തിൽ സൂചി തിരയുന്നതിന് തുല്യമാവുന്നത്. ഈയൊരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള ചർച്ചയിലേക്ക് കടക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഇവിടെ വലിയ ഗവേഷണ പ്രബന്ധങ്ങളോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ ഒക്കെയാണല്ലോ വിശകലനം ചെയ്യാറുള്ളത്. അതെ, നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള വിഷയങ്ങളാണല്ലോ എടുക്കാറ്. എന്നാൽ ഇന്ന് നമ്മൾ ഭയത്തിന്റെ നിഴലിലെ സാന്നിധ്യം, അതായത് പ്രസൻസ് ഇൻ ദ ഷാഡോ ഓഫ് ഫിയർ എന്ന ഉറവിടത്തിൽ നിന്നുള്ള വളരെ ചെറിയ എന്നാൽ അതിശക്തമായ ഒരൊറ്റ വാചകമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങളും ഇത് ശ്രദ്ധിക്കണം. ഒരു അമ്മയും മകളും തമ്മിലുള്ള ഒരു പ്രത്യേക നിമിഷമാണിതിന്റെ കേന്ദ്രബിന്ദു. അതായത് കടുത്ത ഭയത്തിലായിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് മകൾ ഓടിച്ചെന്ന് അവരെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ആ നിമിഷം ശരിക്കും വളരെ വൈകാരികമാണ്. ആ അമ്മയോടൊപ്പം ഇവിടെ തന്നെയുണ്ട് എന്ന്. നോക്കൂ, ഈ ഒരൊറ്റ വരിയിൽ മനുഷ്യന്റെ ഭയം, പിന്നെ വൈകാരിക പിന്തുണ, യഥാർത്ഥ സാന്നിധ്യം എന്നിവയുടെ മുഴുവൻ ശാസ്ത്രവും ഒഴിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് ഇതിന്റെ ആദ്യത്തെ ഭാഗത്തേക്കൊന്നു വരാം. അതായത് ആ കുട്ടി പറയുന്ന ആ ആദ്യത്തെ ഭാഗം, അമ്മ എത്രത്തോളം ഭയപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ ശാസ്ത്രം കിടക്കുന്നതെന്ന് വേണം പറയാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ. സാധാരണയായിട്ട് ഒരാള് പേടിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്താണ് അവരോട് പറയാറുള്ളത്? ഓ, അതൊന്നും സാരമില്ല, പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ആയിരിക്കും അല്ലേ? അതെ, നമ്മൾ എങ്ങനെയെങ്കിലും ആ പേടി മാറ്റാനല്ലേ നോക്കൂ. കൃത്യമായിട്ടും. നമ്മൾ അവരുടെ ഭയത്തെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കാനോ ആണ് എപ്പോഴും ശ്രമിക്കുക. എന്നാൽ ഈ കുട്ടി ആ ഭയത്തെ യാതൊരു മാറ്റവുമില്ലാതെ വളരെ സത്യസന്ധമായിട്ട് അങ്ങ് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പിന്നിലെ ആ ഒരു ന്യൂറോബയോളജി വളരെ രസകരമാണ്. ന്യൂറോബയോളജിയോ? അതായത് ഇതിന് പിന്നിൽ ശാസ്ത്രീയമായ കാരണങ്ങളുണ്ടോ? ഉണ്ട്. അതായത് ഒരാൾ കടുത്ത ഭയത്തിലോ അല്ലെങ്കിൽ ഉത്കണ്ഠയിലോ ആയിരിക്കുമ്പോൾ അവരുടെ തലച്ചോറിലെ അമിഗ്ഡല എന്ന് പറയുന്ന ഒരു ഭാഗം ഒരു സൈറൺ പോലെ അതിതീവ്രമായിട്ട് പ്രവർത്തിക്കുകയായിരിക്കും. ആ ഒരു സമയത്ത് നമ്മുടെ ലോജിക് അല്ലെങ്കിൽ യുക്തി ചിന്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് പൂർണ്ണമായും ഓഫ്ലൈൻ ആയിരിക്കും. ഓ, അപ്പോൾ അതുകൊണ്ടാണ് പേടിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവാത്തത് അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്ത് സങ്കടപ്പെട്ട് വിളിച്ച അവസാനത്തെ തവണ ഒന്ന് ഓർത്തു നോക്കൂ. അവർ കരയുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഉടനെ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നില്ലേ? അതായത് ഈ അമിഗ്ഡലയുടെ പ്രവർത്തനത്തെ എനിക്ക് തോന്നുന്നത് ഒരു ഫയർ അലാറം പോലെയാണ്. വളരെ നല്ലൊരു ഉപമയാണിത്. ഒരു ഫയർ അലാറം പോലെ തന്നെ അല്ലേ? ഒരു കെട്ടിടത്തിൽ ഫയർ അലാറം മുഴങ്ങുമ്പോൾ ആ വലിയ ശബ്ദം കേട്ട് നമ്മൾ വല്ലാത്ത പരിഭ്രാന്തരാവും. ഉടനെ തന്നെ ആ അലാറം എങ്ങനെയെങ്കിലും ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ തല്ലിപ്പൊട്ടിക്കാനോ നമ്മൾ ശ്രമിക്കില്ലേ? കാരണം ആ ശബ്ദം നമ്മൾ അത്രത്തോളം അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരാളുടെ കരച്ചിൽ കേൾക്കുമ്പോഴും. നമ്മൾ അവരോട് പേടിക്കേണ്ട, കരയാതിരിക്കൂ എന്ന് പറയുന്നത് സത്യത്തിൽ അവർക്ക് വേണ്ടിയല്ല. അതെ അതെ, മറിച്ച് അവരുടെ ആ ഭയം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത മാറ്റാൻ വേണ്ടിയാണ്, ആ അലാറം ഓഫ് ചെയ്യാൻ വേണ്ടിയാണ്. കൃത്യം. എന്നാൽ ഇവിടെ നോക്കൂ, ഈ കുട്ടി ആ അലാറം ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ആ വലിയ ശബ്ദമുള്ള മുറിയിൽ അമ്മയ്ക്കൊപ്പം വെറുതെ ഇരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ ഭയത്തെ ഒരു തകർന്ന പൈപ്പ് പോലെയാണ് കാണുന്നത്. അത് പെട്ടെന്ന് നന്നാക്കാൻ നമ്മൾ ശ്രമിക്കും. എന്നാൽ ഇവിടെ ഈ കുട്ടി ഒരു കണ്ണാടി പോലെയാണ് പ്രവർത്തിക്കുന്നതല്ലേ? കണ്ണാടി എന്ന പ്രയോഗം വളരെ കൃത്യമാണ്. നമ്മൾ യുക്തി ഉപയോഗിച്ച് പേടിക്കണ്ട എന്ന് പറയുമ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന ആ വ്യക്തിയുടെ തലച്ചോറ് അതിനെ സ്വീകരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മുന്നിലെ യാഥാർത്ഥ്യം ഭയപ്പെടുത്തുന്ന ഒന്നാണ്.
അവരുടെ ലോജിക് ആ സമയത്ത് പ്രവർത്തിക്കുന്നില്ല. ഉം, എന്നാൽ നീ പേടിച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അവരുടെ തലച്ചോറിന് ലഭിക്കുന്ന സന്ദേശം എന്റെ അവസ്ഥ മറ്റൊരാൾ മനസ്സിലാക്കുന്നു, എന്റെ ഈ അവസ്ഥയിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്നാണ്. ഈ ഒരു തിരിച്ചറിവ് അവരുടെ തലച്ചോറിലെ കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് കുറയ്ക്കും. ഓ, അപ്പോ അത് ശാരീരികമായിട്ട് തന്നെ അവരെ ശാന്തരാക്കുന്നുണ്ടല്ലേ? തീർച്ചയായും അവരെ വളരെ വേഗത്തിൽ ശാന്തരാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതായത് ഭയത്തെ പരിഹരിക്കുന്നതിന് പകരം ഭയപ്പെടുന്ന വ്യക്തിയെ അതേപടി സ്വീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മള് പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ആ വ്യക്തിയെ നമ്മൾ കാണാതെ പോവുകയാണ്. പകരം അവരുടെ പ്രശ്നത്തെ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങള് ഇതൊന്ന് ആലോചിച്ചു നോക്കും. ഇതൊരു വലിയ തിരിച്ചറിവാണ്. എന്നാൽ വാക്കുകൾ കൊണ്ട് ഭയത്തെ അംഗീകരിക്കുന്നത് തലച്ചോറിനെ ശാന്തമാക്കുമെന്ന് നമ്മൾ കണ്ടു. പക്ഷേ വാക്കുകൾക്ക് പോലും കടന്നു ചെല്ലാനാകാത്തത്ര വലിയൊരു ഭയത്തിലാണ് അമ്മയെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയാണ് ഈ നിമിഷത്തിന്റെ രണ്ടാമത്തെ ഭാഗം വരുന്നത്. അതെ, അവിടെയാണ് ആ കുട്ടിയുടെ അടുത്ത പ്രവൃത്തിയുടെ പ്രസക്തി. ആ മകൾ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ ഇറുകെ കെട്ടിപ്പിടിക്കുകയാണ്. കേവലം വാക്കുകൾക്കപ്പുറം അവിടെ ഒരു സ്പർശനത്തിന്റെ, ഒരു ആലിംഗനത്തിന്റെ കരുത്തുണ്ട്. ഇത് വെറുമൊരു ശാരീരിക പ്രവൃത്തി മാത്രമല്ലല്ലോ. ഒരിക്കലും അല്ല. മനഃശാസ്ത്രത്തില് ഇതിനെ കോ റെഗുലേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മുടെ നാഡീവ്യൂഹങ്ങൾക്ക്, നെർവസ് സിസ്റ്റത്തിന് പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിയും. നെർവസ് സിസ്റ്റത്തിന് സംസാരിക്കാൻ കഴിയോ? അതെങ്ങനെയാണ്? അതായത് ഒരു വ്യക്തി കടുത്ത പരിഭ്രാന്തിയിലായിരിക്കുമ്പോൾ അവരുടെ ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലായിരിക്കും. അവരുടെ ശ്വാസോച്ഛ്വാസം താളം തെറ്റിയതായിരിക്കും. ആ സമയത്ത് ശാന്തമായ നാഡീവ്യൂഹമുള്ള മറ്റൊരാൾ അവരെ ഇറുകെ കെട്ടിപ്പിടിക്കുമ്പോൾ സമാധാനപരമായിരിക്കുന്ന ആ വ്യക്തിയുടെ ഹൃദയമിടിപ്പും ശ്വാസതാളവും ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ നാഡീവ്യൂഹത്തിലേക്ക് ഒരു സിഗ്നലായി മാറും. ആഹാ, അതൊരു പുതിയ അറിവാണല്ലോ. രണ്ട് പെൻഡുലങ്ങൾ ഒരുമിച്ച് വെച്ചാൽ കുറച്ചു കഴിയുമ്പോൾ അവ രണ്ടും ഒരേ താളത്തിൽ ആടുന്നതുപോലെ ശാന്തനായ വ്യക്തിയുടെ ശരീരഭാഷ പരിഭ്രാന്തനായ വ്യക്തിയുടെ ശരീരത്തെ ശാന്തമാക്കുന്നു. ഇതിനോടൊപ്പം തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്നൊരു ഹോർമോൺ കൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ലവ് ഹോർമോൺ എന്ന് പറയുന്ന സാധനമല്ലേ അത്? അതെ, അത് ഈ ഭയത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ പെൻഡുലത്തിന്റെ ഉദാഹരണം വളരെ മനോഹരമാണ് കേട്ടോ. പക്ഷേ ഇതൊരു പുതിയ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും കുട്ടികളെ സംരക്ഷിക്കണം എന്നാണല്ലോ കരുതുന്നത്. സാധാരണയായിട്ട് കട്ടിലിനടിയിലെ ഇരട്ടിലോ അല്ലെങ്കിൽ അവിടെ ഒളിച്ചിരിക്കുന്ന രാക്ഷസനെയോ പീഡിക്കുന്ന കുട്ടിയെ അമ്മയാണല്ലോ എപ്പോഴും സമാധാനിപ്പിക്കാറുള്ളത്. അതെ, സാധാരണ അങ്ങനെയാണല്ലോ സംഭവിക്കാറ്. അമ്മയാണ് അവിടെ സംരക്ഷക. എന്നാൽ ഇവിടെ ആ റോളുകൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. മുതിർന്നവർ പലപ്പോഴും തങ്ങളുടെ ഭയവും ദുർബലതകളും കുട്ടികളുടെ മുന്നിൽ മറച്ചുവെക്കാൻ വലിയ തോതിൽ ശ്രമിക്കാറുണ്ട്. കുട്ടികൾക്കത് താങ്ങാൻ കഴിയില്ല എന്ന് കരുതിയാവും അത്. കുട്ടികളെ തുല്യ പങ്കാളികളായി കാണുന്നത് ശരിക്കൊരു വിചിത്രമായ കാര്യമായി പലർക്കും തോന്നാം. ഇത് കുട്ടികളിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നല്ലൊരു ചോദ്യമാണത്. മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാനമായ വിശ്വാസം എങ്ങനെ രൂപപ്പെടുന്നു എന്ന് നോക്കിയാൽ ഈ സംശയത്തിനുള്ള ഉത്തരമാകും. മാതാപിതാക്കൾ എപ്പോഴും ഇരുമ്പുപോലെ കരുത്തരായിരിക്കണം എന്നൊരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ കുട്ടികൾക്ക് ഈ വൈകാരികമായ മാറ്റങ്ങൾ വളരെ വേഗത്തിൽ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. കുട്ടികൾ ഭയങ്കര നിരീക്ഷകരാണല്ലോ. തീർച്ചയായും. ഒരമ്മ പുറമെ ചിരിക്കുകയും എന്നാൽ ഉള്ളിൽ കടുത്ത ഭയം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ആ പൊരുത്തക്കേട് കൃത്യമായി മനസ്സിലാകും. അത് അവരിൽ കൂടുതൽ ആശയക്കുഴപ്പവും അരക്ഷിതാവസ്ഥയുമാണ് സത്യത്തിലുണ്ടാക്കുന്നത്. എന്നാൽ താനും ഒരു സാധാരണ മനുഷ്യനാണെന്നും തനിക്കും ഭയവും സങ്കടവും ഉണ്ടാകുമെന്നും ഒരു രക്ഷിതാവ് കാണിച്ചു കൊടുക്കുമ്പോൾ, അവർ സ്വന്തം ദുർബലതകൾ മറച്ചുവെക്കാതിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വളരെ വലിയൊരു വൈകാരിക കൈമാറ്റമാണ്. അതായത് ആ ദുർബലത സത്യത്തിൽ അവരുടെ ബന്ധത്തെ കൂടുതൽ സത്യസന്ധമാക്കുകയാണ് ചെയ്യുന്നതല്ലേ? അവിടെ കുട്ടി വെറുമൊരു കാഴ്ചക്കാരനല്ല, മറിച്ച് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് തെറ്റല്ല എന്ന വലിയൊരു പാഠം അവർ പഠിക്കുകയാണ്. അതെ. അവിടെ കുട്ടിക്ക് തന്റെ സ്നേഹം തിരികെ നൽകാൻ പ്രാപ്തിയുള്ളൊരു വ്യക്തിയായി മാറാൻ കഴിയുന്നു. എനിക്ക് തോന്നുന്നത് ഈ പരസ്പരമുള്ള പങ്കുവെക്കലിലാണ് യഥാർത്ഥ ബന്ധങ്ങൾ രൂപപ്പെടുന്നത് എന്നാണ്. കൃത്യമായി പറഞ്ഞിരിക്കുന്നു. പരിപൂർണതയിലല്ല, മറിച്ച് മനുഷ്യസഹജമായ ഇത്തരം ദുർബലതകളിലാണ് പരസ്പരമുള്ള വിശ്വാസം ഏറ്റവും കൂടുതൽ ദൃഢമാകുന്നത്. ആ കുട്ടി അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് കേവലം ആശ്വാസം നൽകാൻ മാത്രമല്ല,
നിങ്ങൾക്ക് സങ്കടപ്പെടാം, അത് കുഴപ്പമില്ല, ഞാനും കൂടെയുണ്ട് എന്നൊരു വലിയ സന്ദേശം നൽകാൻ കൂടിയാണ്. ഉം, ഉം. ഇനി നമുക്ക് ആ വാചകത്തിന്റെ രണ്ടാമത്തെയും എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തേക്കൊന്ന് വരാം. ഈ ഉറവിടത്തിന്റെ തലക്കെട്ടായ ഭയത്തിന്റെ നിഴലിലെ സാന്നിധ്യം എന്നതിലെ ആ യഥാർത്ഥ സാന്നിധ്യം എന്താണെന്ന് ആ കുട്ടി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. കുട്ടി പറയാണ്, ഞാൻ അമ്മയോടൊപ്പം ഇവിടെ തന്നെയുണ്ട് എന്ന്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നും. പക്ഷെ പ്രായോഗികമായി ഇത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതെ, അത് കേൾക്കുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ലേ? മറ്റൊരാൾ കടുത്ത മാനസിക വേദനയിലോ ഭയത്തിലോ നിൽക്കുമ്പോൾ അവർക്ക് ഉപദേശങ്ങൾ നൽകാതെയോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ ശ്രമിക്കാതെയോ വെറുതെ അവർക്കൊപ്പം നിൽക്കുക എന്നത് നമ്മൾ മുതിർന്നവർക്ക് പലപ്പോഴും സാധിക്കാത്ത കാര്യമാണ്. നമുക്കെപ്പോഴും എന്തെങ്കിലും ചെയ്യണം എന്നൊരു വെപ്രാളമാണ്. ഇതിനെ നമുക്കൊരു ഫിക്സിംഗ് സിൻഡ്രോം എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് വെറുതെ ഒരാൾക്കൊപ്പം അവരുടെ സങ്കടത്തിലിരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? അതിന് പ്രധാന കാരണം നമ്മുടെ സ്വന്തം അസ്വസ്ഥതകളാണ്. നമ്മൾ പരിണാമപരമായി നോക്കിയാൽ മനുഷ്യന്റെ തലച്ചോറ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. അതായത്, ഒരു വേട്ടമൃഗം മുന്നിൽ വരുമ്പോൾ ഓടി രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ നേരിടുകയോ ചെയ്യുക എന്നതാണ് നമ്മുടെ രീതി. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്ന സാധനം. അതെ, കൃത്യം. അതുകൊണ്ടുതന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ വേദനിക്കുമ്പോൾ അത് നമുക്ക് മാനസികമായി വലിയൊരു ഭീഷണി അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പവഴി അവരുടെ ആ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കുക എന്നതാണ്. നമ്മൾ അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നതും പിന്നെ പരിഹാരങ്ങൾ പറയുന്നതും അവരെ സഹായിക്കാനാണെന്ന് നമ്മൾ കരുതുമെങ്കിലും ആത്യന്തികമായി അത് നമ്മുടെ തന്നെ ഉള്ളിലെ അസ്വസ്ഥത കുറയ്ക്കാനുള്ള ഒരു ശ്രമമാണ്. വാവ്, അത് സത്യമാണല്ലോ. നമ്മൾ അവരെ സഹായിക്കുകയാണെന്നാണ് നമ്മൾ എപ്പോഴും കരുതുന്നത്. ഇതിനെ മനഃശാസ്ത്രത്തിൽ ഹോൾഡിംഗ് സ്പേസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറയും. അതായത്, ഒരാളുടെ വികാരങ്ങൾക്ക് ഇടം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതൊരു ഭയങ്കര ആഴത്തിലുള്ള നിരീക്ഷണമാണ്. അതായത്, മറ്റൊരാളുടെ ഇരുട്ടിൽ അവർക്കൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ സ്വന്തം ഉള്ളിലെ ഇരുട്ടിനെ കൂടി അഭിമുഖീകരിക്കേണ്ടി വരും. അത് നമ്മളെ ഭയപ്പെടുത്തുന്നു. എന്നാൽ കുട്ടികൾക്ക് ഈ പ്രശ്നമില്ല. അവർക്ക് ലോകം വളരെ ലളിതമാണ്. അവർക്ക് മുന്നിലുള്ള വ്യക്തി വേദനിക്കുന്നു, അവർക്കൊപ്പം നിൽക്കണം എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ, അല്ലേ? അതെ, കുട്ടികൾക്ക് അവിടെ വേറെ കണക്കുകൂട്ടലുകളൊന്നുമില്ല. അവർക്ക് ഉപദേശങ്ങൾ നൽകാനോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒന്നും അറിയില്ല. അവരുടെ കയ്യിലുള്ള ഒരേയൊരു ആയുധം അവരുടെ സ്നേഹവും സാന്നിധ്യവും മാത്രമാണ്. അതവർ 100% നൽകുന്നു. ഞാനിത് ശരിയാക്കി തരാമെന്നല്ല കുട്ടി പറയുന്നത്, ഞാനിവിടെ ഉണ്ട് എന്നാണ്. ആ ഇരുട്ടിൽ, ആ ഭയത്തിൽ എന്തു തന്നെ വന്നാലും ഞാൻ കൂടെ നിൽക്കാം എന്ന ഉറപ്പാണ് ആ വാക്കുകളിലുള്ളത്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനവും ഈ പൂർണ്ണമായ സാന്നിധ്യമാണ് എന്ന് ഈ കൊച്ചുകുട്ടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും. സാന്നിധ്യം എന്നത് ശാരീരികമായി അവിടെ ഉണ്ടാവുക എന്നത് മാത്രമല്ല, നിങ്ങളുടെ മനസ്സുകൊണ്ടും ശ്രദ്ധ കൊണ്ടും 100% ആ നിമിഷത്തിൽ ആ വ്യക്തിയോടൊപ്പം ഉണ്ടായിരിക്കുക എന്നതാണ്. ഒരാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അവരെ ഒരു പ്രശ്നമായി മാത്രമാണ് കാണുന്നത്. ശരിയാണ്. നമ്മളൊരു ടാസ്ക് പോലെയാണ് അതിനെ കാണുന്നത്. അതെ. എന്നാൽ അവരോടൊപ്പം വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ അവരെ ഒരു മനുഷ്യനായി അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടതും അത് തന്നെയാണ്, താൻ ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ ഒരൊറ്റ വാചകത്തിൽ നിന്നും നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചു പോകുന്നു. തലച്ചോറിനെ അമിഗ്ഡലായെ ശാന്തമാക്കാൻ വാക്കുകൾ കൊണ്ടുള്ള അംഗീകാരം എങ്ങനെ സഹായിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു. ഒരു ഫയർ അലാറം പോലെ മുഴങ്ങുന്ന ഭയത്തെ തല്ലിക്കെടുത്താൻ ശ്രമിക്കാതെ അതിൻ്റെ ഒപ്പം ഇരിക്കുന്നതിൻ്റെ ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി. അതെ. പിന്നെ സ്പർശനത്തിലൂടെയും ആലിംഗനത്തിലൂടെയും നാഡീവ്യൂഹങ്ങൾ പരസ്പരം എങ്ങനെ സമാധാനപ്പെടുന്നു എന്നും നമ്മൾ കണ്ടു. കൃത്യം. ഒപ്പം നമ്മുടെ ദുർബലതകൾ തുറന്നു കാണിക്കുന്നത് ബന്ധങ്ങളെ എത്രത്തോളം സത്യസന്ധമാക്കുന്നു എന്നും നമ്മൾ ചർച്ച ചെയ്തു. ഉപദേശങ്ങൾ നൽകുന്നതിന് പകരം യാതൊരു മുൻവിധികളുമില്ലാതെ ഒരാളോടൊപ്പം ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും വലിയ വൈകാരിക പിന്തുണ എന്ന് ഈ കുട്ടി നമ്മളെ പഠിപ്പിക്കുന്നു. അതെ, വളരെ ലളിതമെങ്കിലും വളരെ ശക്തമായൊരു പാഠമാണത്. ഈ പാഠങ്ങൾ വെറുതെ കേട്ട് മറക്കാനുള്ളതല്ല. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണിനി എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത തവണ നിങ്ങളുടെ സുഹൃത്തോ പങ്കാളിയോ കുട്ടികളോ എന്തെങ്കിലും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ
അവരുടെ പ്രശ്നങ്ങൾ കേട്ടയുടനെ എല്ലാം ശരിയാക്കാനൊരു സൂപ്പർമാനെ പോലെ ചാടിയിറങ്ങുന്നതിനു പകരം അവർക്കൊപ്പം വെറുതെ കുറച്ചുനേരം ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതൊരു വലിയ ചോദ്യമാണ്. അതെ, അവരുടെ തോളിൽ കൈവച്ച് നീ ഭയപ്പെട്ടിരിക്കുകയാണെന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ നിനക്കൊപ്പം ഇവിടെ തന്നെയുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതായിരിക്കും ഒരുപക്ഷേ അവർക്ക് ആ സമയത്ത് മറ്റെന്തിനേക്കാളും ആവശ്യം. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ സംസാരിച്ചതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതെ വെറുതെ കൂടെ നിൽക്കുക എന്നത് ഏറ്റവും വലിയ ആശ്വാസമാണെന്ന് ഒരു കൊച്ചു കുട്ടിക്കു പോലും വളരെ സ്വാഭാവികമായി അറിയാമെങ്കിൽ, മുതിർന്നവരാകുന്നതിനിടയിൽ എപ്പോഴാണ് നമ്മളത് മറന്നുപോയത്? എപ്പോഴാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് എപ്പോഴും കരയാതിരിക്കൂ എന്നും ഞാൻ എല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞു തുടങ്ങിയത്? മറ്റുള്ളവരുടെ വേദനയോട് പ്രതികരിക്കാനുള്ള ആ സ്വാഭാവികമായ നിഷ്കളങ്കമായ സഹാനുഭൂതി എപ്പോഴാണ് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടത്? നിങ്ങൾ ഈ ചോദ്യത്തെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ എക്സ്റേ മെഷീന്റെ കാര്യം ഓർമ്മയില്ലേ? മനുഷ്യന്റെ വികാരങ്ങളെയും ഭയത്തെയും അളക്കാൻ നമുക്കൊരു എക്സ്റേ മെഷീന്റെയും ആവശ്യമില്ല. അവർക്ക് വേണ്ടത് കൃത്യമായ എഞ്ചിനീയറിംഗ് പരിഹാരങ്ങളല്ല, മറിച്ച് അവരെ കേൾക്കുന്ന ഒരു മനസ്സും അവരുടെ ഹൃദയമിടിപ്പിനൊപ്പം താളം വയ്ക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യവുമാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വേദനിക്കുമ്പോൾ ആ എക്സ്റേ മെഷീൻ മാറ്റിവെക്കാം, പരിഹാരങ്ങൾ അന്വേഷിക്കുന്നത് നിർത്താം. പകരം അവർക്കൊരു കണ്ണാടിയായി അവരുടെ ഒപ്പം ആ ഇരുട്ടിൽ വെറുതെ നിൽക്കാം. പുതിയൊരു വിഷയവുമായി അടുത്ത തവണ കാണുന്നതുവരെ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടന്നു വളരട്ടെ. താങ്ക് യു.